ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ട് എല്ലാവരുടെയും വിശേഷം? ഇവിടെതാ ഭയങ്കര ആവിയും ചൂടുമാണ്. പുറത്തിറങ്ങി പണി ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും വേർക്കും, പിന്നെയും നമ്മൾ ഫാനിൻ്റെ കീഴിൽ വന്ന് കാറ്റുകൊള്ളും, പിന്നെയും പോവും, പിന്നെയും വരും. കുറച്ച് തേങ്ങയൊക്കെ ഇതാ മുറ്റത്തോട്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാത്തു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് കാത്തൂനെ കാണിക്കാം. കാത്തൂനും ഭയങ്കര ചൂടൊക്കെയാ. തണുത്ത സ്ഥലം നോക്കിയിട്ട് ആശാട്ടി കിടക്കത്തുള്ളൂ. കിടന്നാൽ പിന്നെ പറയണ്ട, എണിക്കുന്ന 4 മണിയാവും ഏകദേശം. അത് പോട്ട് നമ്മുടെ പണി കിടക്കോ ഇനി. അപ്പോൾ ചാക്കിനകത്ത് വാരി കെട്ടി വെച്ച് എല്ലാം എടുത്ത് ഞാൻ പുറത്തിടുന്നുണ്ട്. ഇടുമ്പോൾ എല്ലാം കമന്നും നേരെയൊക്കെയാണ് വീഴുന്നത്. പിന്നെ അത് നേരെയാക്കാമല്ലോ. ഇന്നലെ വൈകിട്ട് മഴ വന്നപ്പോൾ ഞാനിതെല്ലാം പെറുക്കി ചാക്കിനകത്ത് കെട്ടി വെച്ചു. കുറച്ചൊക്കെ ഇളകി വരുന്നുണ്ട്, കുറച്ചൊക്കെ തേങ്ങയ്ക്കകത്തുനിന്ന് ചിരട്ടയ്ക്കകത്തുനിന്ന് തേങ്ങ വിട്ട് വരുന്നുണ്ട്. ഈ തേങ്ങ ഉണങ്ങണമെങ്കിൽ ഒരു 9 ദിവസമായി ഇതിൻ്റെ കണക്ക്. എനിക്ക് അപ്പുറത്തെ ആൻറ്റി പറഞ്ഞു തന്നേ. 9 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ പെർഫെക്റ്റായിട്ട് കോപ്പറയായി വരും. ഈ പ്രാവശ്യം നമ്മൾ തേങ്ങ ഉണക്കണം എന്ന് തീരുമാനിച്ചു. കാരണം ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് എന്നാ വിലയെന്നറിയോ? ചക്കയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കണ്ടേ? നമുക്ക് ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇതന്നൊക്കെ എണ്ണ വേണ്ടേ? ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്നാ വിലയാ. അപ്പം ഇതാ കുറച്ച് തേങ്ങയേ ഉള്ളൂ. ഇത് വെച്ച് ഇനി ആട്ടിത്തരുമെന്ന് ആർക്കറിയാം അവർ. ഏകദേശം ഒരു 50 തേങ്ങ, അതും എല്ലാം ഉണങ്ങി കിടക്കുന്ന തേങ്ങയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ തേങ്ങ ആട്ടാനൊക്കെ തീരുമാനിച്ചത്. ഇപ്പം ഇത് ഉണങ്ങി കിട്ടുമ്പോൾ നോക്കാം എത്ര ഉണ്ടെന്ന്. കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നില്ലെന്ന് ആർക്കറിയാം. ഇപ്പം എടുത്തുകൊണ്ട് പോകത്തില്ല, കാരണം ഇത് ചിരട്ടയ്ക്കകത്ത് ചകിരിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടേ തേങ്ങയുടെ കൂടെ അല്ലേ പൊട്ടിച്ചത്. അപ്പോൾ ആരും കൊണ്ടുപോകത്തില്ല. ഇതിനകത്തുനിന്ന് ഇളകി പോയി കഴിയുമ്പോഴത്തേക്ക് തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ കാക്കയ്ക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ട് തേങ്ങ ഫുള്ളായിട്ട് പൊട്ടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്തുനിന്ന് ഇളകി വരുമ്പോഴത്തേക്ക് നൈസായിട്ട് എടുത്തുകൊണ്ട് പോകാമല്ലോ. നോക്കിയിരിക്കുമായിരിക്കും ഇവിടെയൊക്കെ. കുറേ കണ്ണുങ്ങളൊക്കെ കാണും അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഇതെല്ലാം നേരെ വെച്ചു. ഇനിയിപ്പോൾ നല്ലപോലെ വെയിലൊക്കെ കൊണ്ട് ഇതെല്ലാം ഉണങ്ങണം. ചിലതൊക്കെ ഇന്നലെ ഞാൻ വലിച്ചു നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ചിലതൊക്കെ ഇളകി വന്നായിരുന്നേ. പിന്നെ കുറച്ച് പാക്ക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കാത്തു. അയ്യോ, ഇത് മറന്നു പോയല്ലോ. ഇതിൻ്റെ കീഴിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, കണ്ടില്ലേ? കണ്ടില്ലേ? ഇതാണ് ഇന്നലെ ഞാൻ ഇതിനകത്ത് ചിരട്ടയ്ക്കകത്തുനിന്ന് ഇളക്കി വെച്ച സാധനം എന്നുവെച്ചാൽ കോപ്ര. ഇത് ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ വിട്ട് വന്നു കഴിയുമ്പോൾ ആ കാക്കയെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? അതിൻ്റെ മുകളിൽ വെക്കാൻ നെറ്റ് പോലും എൻ്റെ കയ്യിലില്ല. കാത്തുവിനെ കളിപ്പിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഇത് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇരുന്ന് തരും. എന്ത് വേണമെങ്കിലും നമുക്ക് തല്ലും ഒക്കെ ചെയ്യാം. പക്ഷേ അതിനാണെങ്കിൽ ഒരു കളിക്കാനുള്ളൊരു മൂഡായി കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല തറയിലത്. ഞാൻ എന്തിനാ ഹലോ ഹലോ തരാൻ പറയുന്നുണ്ട്, തരത്തില്ല. തരുമ്പോഴത്തേക്ക് ഒരു അടി തന്നിട്ട് ഓടും അവൾ. നോക്കിക്കോണേ, കണ്ടോ? എന്നെ തല്ലിയിട്ട് അവൾ ഓടി. ഞാൻ പുറകെ ഓടുന്നുണ്ട്, പക്ഷെ അത് ഓടി രക്ഷപ്പെട്ടു. പിന്നെ അതിന് കളിക്കാനുള്ള മൂട് കഴിഞ്ഞ് പിന്നെ നിൽക്കത്തില്ല. മരത്തെയും കയറി അവിടെയും കയറി ഭയങ്കര ബഹളമാണ്. അപ്പം വീഡിയോസ് എത്രയുള്ളായിരുന്നു? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം. താങ്ക് യു. വേറെ